നമസ്കാരം. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊട്ടിഘോഷിക്കപ്പെട്ട ആ അമേരിക്കൻ സന്ദർശനം അവസാനിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു പ്രചരണമാണ്. എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്ന് സാധിച്ചെടുത്തു. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ, ഇന്ത്യക്ക് വലിയ തോതിൽ പ്രയോജനം കിട്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായി എന്നൊരു പ്രചരണം, ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ വല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് നമ്മൾ കാണുകയാണ്. വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഷൂ നക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഈ സന്ദർശനം വഴി ഒരു കാര്യം പോലും നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഇന്ത്യ വലിയ തോതിൽ സാധനങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധ വിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്ന വ്യത്യസ്തങ്ങളായ കരാറിൽ ഏർപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇന്ത്യക്ക് വ്യാപാര തീരുവയുടെ, ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ഒരിളവും അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മുഖത്ത് നോക്കി ഡൊണാൾഡ് ട്രംപ് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. അതുകൊണ്ട് ഏറെക്കുറെ ഒരു വട്ടപൂജ്യമായ ഒരു സന്ദർശനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അതങ്ങനെയല്ല. വലിയ നേട്ടങ്ങൾ ഇന്ത്യക്കുണ്ടായി എന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാവുന്നതിനുള്ള ഒരു PR വർക്ക് രാജ്യത്തുടനീളം നടക്കുകയാണ്. നമുക്ക് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരു ചർച്ചയിൽ അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നേരത്തെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഈ സന്ദർശനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ എന്ന് പറയുന്നത് F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതിനുള്ള ഒരു $2500 കോടി എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവയുടെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ചെറിയ ഇളവ് പോലും തരാൻ തയ്യാറായിട്ടില്ല. ഉദാഹരണത്തിന് സ്റ്റീൽ, അലൂമിനിയം കയറ്റുമതി, അമേരിക്കയിലുള്ള സ്റ്റീലിൻ്റെയും അലൂമിനിയം കയറ്റുമതിയുടെയും കാര്യത്തിൽ 25% തീരുവ ചുമത്തിയിരുന്നു. അതിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും ഈ ചർച്ചയിലോ ഈ സന്ദർശനത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മറിച്ച് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ, അമേരിക്കയുടേതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന കാര്യത്തിലും അമേരിക്കയിൽ നിന്നും വില കൂടിയ എണ്ണ ഉൾപ്പെടെയുള്ള വാങ്ങുന്നതിനുള്ള കരാറുകൾ ഒപ്പിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മടക്കം എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ കയറ്റിറക്കുമതി വ്യാപാരത്തിൽ തത്തുല്യ തീരുവ എന്നുള്ളൊരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യത്തേക്കും ഇറക്കുമതി ചെയ്യുമ്പോൾ എത്ര ശതമാനം തീരുവയാണോ ചുമത്തുന്നത്, അത്ര തന്നെ തീരുവ ആ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുന്ന സാധനങ്ങൾക്കും ഏർപ്പെടുത്തുക എന്നുള്ളതാണ് തത്തുല്യ ഇറക്കുമതി തീരുവ എന്ന സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ ചുമത്തുന്ന ശരാശരി തീരുവ എന്ന് പറയുന്നത് 3%. എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴോ ശരാശരി തീരുവ 10%. അപ്പോൾ അതായത് ഇനി അങ്ങോട്ട് ആ തത്തുല്യ ഇറക്കുമതി തീരുവ എന്ന സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവ എന്നുള്ള നില വരും. അത് വലിയ തോതിൽ ഇന്ത്യയിലെ കമ്പനികൾക്ക്, അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടുള്ള തീരുമാനമാണ്. അതിനൊന്നും ഒരു മാറ്റവും വരുത്താൻ, ആ ഒരു നിലപാട് എന്തെങ്കിലും പരിശോധിക്കുമെന്നോ ഞങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നോ ഒരു വാക്ക് പോലും ഉരിയാടാൻ ട്രംപ് തയ്യാറായിട്ടില്ല. പിന്നെ 2030 ഇന്ത്യ അമേരിക്കൻ ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് $50,000 കോടി ഉയർത്തി നിശ്ചയിക്കാനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയുടെ മറ്റൊരു ഫലം എന്ന് പറയുന്നത്.
ഈ ട്രംപിനെ കാണാൻ പോകുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം ഇതായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ചു. അവർ ഒരു സൈനിക വിമാനത്തിൽ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. നമുക്ക് ഏവർക്കും ഓരോ ഇന്ത്യക്കാരനും അപമാനം തോന്നുന്ന വിധത്തിൽ അവരെ കൈക്കും കാലിനും ചങ്ങലക്കിട്ട് തടവുകാരെ കൊണ്ടുപോകുന്നത് പോലെ 40 മണിക്കൂർ പീഡനങ്ങൾ അനുഭവിച്ച ശേഷമാണ് അവർ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അതിനിടയിൽ ഒരിറ്റു വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ ചങ്ങലകൾ അഴിക്കാൻ തയ്യാറായില്ല. അവർ ഇഴഞ്ഞാണ് ടോയ്ലറ്റിലേക്ക് പോയത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ വായിച്ച് നമുക്ക് വല്ലാതെ വിഷമം തോന്നിയ ഒരു കാര്യം. പക്ഷേ ഈ വിഷമമൊന്നും നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇല്ലെന്നേ. അതാണ് അതിനകത്ത് വിചിത്രമായ കാര്യം. ഈ കാര്യം US പ്രസിഡൻറ്റിൻ്റെ അടുത്ത് സൂചിപ്പിക്കും, അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നെങ്കിലും ഒന്ന് പറയും. പക്ഷെ ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടിയതായിട്ട് ഒരു വാർത്തയില്ല. അതാണ് പറഞ്ഞത്, ഷൂ നക്കിയിട്ട് തിരികെ പോരുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല, മേലിൽ ആവർത്തിക്കരുത്, ഞങ്ങളുടെ പൗരന്മാരെ അനധികൃത കുടിയേറ്റക്കാരെ ആണെങ്കിൽ തിരിച്ചയക്കുമ്പോൾ ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയാനുള്ളൊരു ആർജവം, ഒരു തൻ്റെ ഇടം 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായില്ല. അങ്ങനെ സൈനിക വിമാനത്തിൽ ആളുകളെ കൊണ്ടുപോയപ്പോൾ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, കൊളംബിയ, മെക്സിക്കോ, അവരൊക്കെ പറഞ്ഞു നടക്കില്ല, ഞങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് നിങ്ങളുടെ സൈനിക വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങൾ പറയുന്ന നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യണം, തിരിച്ചയക്കണമെന്ന് പറയുന്ന ആളുകളെ ഞങ്ങളുടെ വിമാനത്തിൽ ഞങ്ങൾ കൊണ്ടുവരാം എന്ന് ഈ കൊച്ചു രാജ്യങ്ങൾ വരെ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് ശരിയല്ല എന്ന് മാർപ്പാപ്പ പോലും പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ആളുകളെ ചങ്ങലക്കിട്ട്, കൈക്കും കാലിനും ചങ്ങലക്കിട്ട് പീഡനം അനുഭവിച്ച് കൊണ്ടുവന്ന സമയത്ത് ഒരക്ഷരം മിണ്ടുന്നില്ല. മാത്രമല്ല, ഇന്ത്യക്കൊരു വിദേശകാര്യമന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്, എസ് ജയശങ്കർ എന്നാണ് പേര്. എന്ത് നാടകമാണ് അദ്ദേഹം ഈ പാർലമെൻറ്റിൻ്റെ അകത്ത് കളിച്ചത്. അദ്ദേഹം പറയുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനെ വിദേശത്തു നിന്ന് പൗരന്മാരെ തിരിച്ചയക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമപ്രകാരം കൈക്കും കാലിനൊക്കെ ചങ്ങലയിടും, ഇതൊക്കെ സംഭവിക്കാറുണ്ട്, മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അവർ ചെയ്തത് ശരിയാണ് എന്നങ്ങോട്ട് ന്യായീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണോ അത് അമേരിക്കയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി ആണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് പാർലമെൻറ്റിൽ പറഞ്ഞ മറുപടി. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഒരു മിനിമം കാര്യം ഒരു വിദേശകാര്യ വകുപ്പ് ചെയ്യുന്നത് എന്താണ്? ആ അമേരിക്കൻ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഒരു പ്രതിഷേധം അറിയിക്കും, ചെയ്തത് ശരിയായില്ല, ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട് എന്ന് ഒരു കാര്യം, ഒരു വളരെ മിനിമം ചെയ്യുന്നൊരു കാര്യമാണ് വിദേശ ബന്ധങ്ങളിൽ നടക്കുന്ന ഒരു മിനിമം കാര്യമാണ്. അതുപോലും ചെയ്യാനുള്ള തൻ്റെ ഇടമോ ആർജവമോ ഇല്ലാത്ത ഒരാളാണ് എസ് ജയശങ്കർ എന്ന് പറയുന്ന ആൾ. നമ്മൾ ആലോചിക്കുക, ഇന്ത്യയുടെ ഇത്രയും മോശമായ രീതിയിൽ വിദേശകാര്യ വകുപ്പ് പോയിട്ടുള്ള, അത് ഇന്ത്യ നാണം കെടുന്ന നിലയിലേക്ക് പോയിട്ടുള്ളൊരു അവസ്ഥ മുൻപുണ്ടായിട്ടുണ്ടോ? എസ് ജയശങ്കർ പോലുള്ള ആളുകൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഇന്ദിരാഗാന്ധി മുതൽ ജഗ്ജീവൻ റാം മുതൽ അതുപോലെ തന്നെ സാക്ഷാൽ BJPയുടെ നേതാവായിട്ടുള്ള AB വാജ്പേയി അടക്കമുള്ള ആളുകളൊക്കെ ഇരുന്നിരുന്നിട്ടുള്ള കസേരയാണ് ഈ വിദേശകാര്യ വകുപ്പ് എന്ന് പറയുന്നത്. അവിടെ ഇന്ന് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ആ സ്ഥാനത്തിന് യോജിച്ച ഒരാളാണ്. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്ത് മറുപടി പറയുന്നൊരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്കയിൽ പോയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരക്ഷരം ഉരിയാടുന്നുമില്ല. എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ഈ പെട്ടെന്നുള്ള സന്ദർശനത്തിനെയും ഇത്തരത്തിൽ ഒരു കീഴടങ്ങിക്കൊണ്ട് നിൽക്കുന്ന വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും നമുക്ക് കാണാൻ കഴിയുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യ ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ നടത്തിക്കൊണ്ട് പോകുന്ന 4 പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് നരേന്ദ്രമോദി, അമിത്ഷാ, അദാനി, അംബാനി. അതിൽ അദാനി ഇപ്പോൾ അമേരിക്കയിൽ ഒരു വലിയ കൈക്കൂലി കേസിൽപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സോളാർ പവറിൻ്റെ കരാറുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി 2100 കോടി രൂപ കൈക്കൂലി നൽകിയെന്നുള്ള കേസിൽ കുറ്റപത്രം നൽകപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ നിന്നും ഊരിയെടുക്കേണ്ട ഒരു ആവശ്യം ഇവരുടെ എല്ലാ ആവശ്യമാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരുപക്ഷെ ജയിലിൽ പോയി കിടക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് അത് കാര്യങ്ങൾ പോകും. ആ കേസിൽ ഇപ്പോൾ ട്രംപ് ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്താണ്? ആ കേസിന് ആസ്പദമായ നിയമം തന്നെ
അങ്ങ് റദ്ദാക്കിയിരിക്കുകയാണ്. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി ആ കേസിന് ആസ്പദമായിട്ടുള്ള നിയമം ഇല്ലാതാക്കി. അതായത് 48 വർഷം പഴക്കമുള്ള ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറയുന്ന ആ നിയമം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പ്രസിഡന്റ് റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ അദാനിയുടെ കേസ് ഏറെക്കുറെ വീക്കായി കഴിഞ്ഞു. അതിന് കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നുള്ളൊരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഓടിപ്പടഞ്ഞ് ഇവർ പോയതും ഈ മുട്ടിലഴഞ്ഞ് ശയനപ്രതിഷ്ഠ നടത്തിയതിൻ്റെയൊക്കെ കാരണം മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഈ ഗൗതം അദാനിയെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അങ്ങനെ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട് കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അദാനി സാമ്രാജ്യത്തിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആളുകളെ 104 പേരെയല്ല, എത്ര ആളുകളെയാണെങ്കിൽ ഈ 18,000 പേരെ തിരിച്ചയക്കും എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചങ്ങലക്കിട്ട് കൊണ്ടുവന്നാലൊന്നും ഈ എസ് ജയശങ്കറിനും നരേന്ദ്രമോദിക്കും ഒന്നും ഒരു ചുക്കുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏതോ ചില ആളുകളെ പട്ടികളെയൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഈ BJP മന്ത്രിമാർ ജനങ്ങൾ വെടിയേറ്റൊരിക്കും പട്ടികൾ മരിച്ചു വീഴുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞൊരു മന്ത്രി പോലും ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഈ പെട്ടെന്ന് പോയി അവിടെ ഈ US പ്രസിഡൻറ്റിൻ്റെ കാൽക്കൽ വീണതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഈ തരത്തിൽ 48 വർഷം പഴക്കമുള്ള ഈ ആക്ട് റദ്ദാക്കിയതിൻ്റെ ഒരു നന്ദി പ്രകടനമൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സന്ദർശനത്തിൽ ഇന്ത്യക്ക് നേട്ടമായിട്ട് ഒന്നുമില്ല. ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ശുഭിതനായി മുഖമൊക്കെ മാറി അങ്കലാപ്പിലായൊരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. അങ്ങനെയൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. തനിക്ക് ബന്ധമില്ലാത്ത ഒരാളുടെ കേസിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയധികം അങ്ങ് ഒരു മുഖത്തെ എക്സ്പ്രഷനൊക്കെ വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെയൊക്കെ സംഭവവികാസം. അപ്പോൾ ശരിക്കും പോയാൽ ഒന്ന് ഷൂ നക്കിയിട്ട് നരേന്ദ്രമോദി തിരിച്ചു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.